യാക്കോബായ സഭയുടെ റീത്തായിട്ട് മറ്റു ചില സഭകൾ വരും വന്നു ചേരുമെന്നൊരു വിവരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്? അങ്ങനെയുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല. പക്ഷേ സുറിയാനി പാരമ്പര്യമുള്ള സഭകൾ തമ്മിൽ കൂടുതൽ ഐക്യത്തിൽ സിറിയൻ ട്രഡീഷൻസുള്ള അന്ത്യോക്യൻ സുറിയാനി സഭയുടെ പാരമ്പര്യമുള്ള സഭകൾ ധാരാളമുണ്ട്. ആ സഭകൾ തമ്മിലുള്ള ഒരു കൂടുതൽ കൊളീജിയാലിറ്റി, അവർക്ക് കൂടുതൽ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന കൂടുതൽ മേഖലകൾ കണ്ടെത്തി കൂടുതൽ ഐക്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ, പല ചർച്ചകളും നടക്കുന്നുണ്ട്. ചർച്ചകൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള ചിന്ത ചർച്ച് ഹെഡ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, ബിഷപ്സിൻ്റെ ഭാഗത്തുണ്ട്. ആളുകളും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ഇങ്ങനെ വിഭജിച്ചും വഴക്കടിച്ചും തർക്കിച്ചും പോകേണ്ടുന്നവരല്ല. അവർക്ക് സ്വീകരിക്കാവുന്ന യോജിക്കാവുന്ന ധാരാളം മേഖലകളുണ്ട്. ആ മേഖലകളിലൊക്കെ കൂടുതൽ ഐക്യവും സമാധാനവും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളും ഉറപ്പാക്കുന്നതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ചർച്ചകളിലൂടെ കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പല കാലത്തും പിളർപ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ പലതും പിളർപ്പുണ്ടായതാണെന്ന് പോലും മനസ്സിലാവാത്ത തരത്തിലുള്ള സഹോദര സഭകളായി മാറിയിട്ടുണ്ട്. ഈ ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള പ്രശ്നങ്ങളിലാണെങ്കിൽ പോലും ഈ ത്രിവേണിപ്പോ ഒരു സ്ഥാനത്തേക്കൊക്കെ വന്നു. കുറച്ചുകൂടെ ചർച്ചകൾ എന്തെങ്കിലും നടത്തി സഹോദര സഭയാകുന്ന തരത്തിലേക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യമാണ് സഹോദരങ്ങളെ പോലെ സഹവസിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുന്നതിനും തയ്യാറാണത് പലപ്പോഴും പറഞ്ഞിട്ട്. അതൊരു ബലഹീനതയല്ല, ഒരിക്കലും ബലഹീനതയല്ല. അതൊരു ക്രിസ്ത്യൻ വിറ്റ്നസിൻ്റെ ഭാഗമാണ്. നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ക്രൈസ്തവ സാക്ഷ്യത്തിനൊക്കെ വിപരീതമായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം, പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. മുന്നോട്ടുള്ള യാത്രയിൽ സമൂഹത്തിന് മുഴുവനും നല്ല ഒരു മാതൃക കാണിച്ചു കൊടുക്കുവാൻ പറ്റുന്ന രീതിയിൽ തർക്കങ്ങളും കലഹങ്ങളും വ്യവഹാരങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ സാധിക്കണം. അതാണ് ഏറ്റവും നല്ല ഒരു മാർഗം. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭിന്നതകളും രണ്ടാണ് എന്നുള്ളത് ആ ചിന്ത പോലും ഉണ്ടാവില്ല. ആ നിലകളിലേക്ക് വളരാനും അങ്ങനെ യാത്ര ചെയ്യാനും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും പ്രത്യാശയും. മണർകാട് പള്ളി സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. കഴിഞ്ഞ 32 വർഷമായി സ്ഥിരം ഞാൻ വരുന്ന പള്ളിയാണ്. 32 വർഷമായി ഒരു മെത്രാപ്പോലിത്ത എന്നുള്ള നിലയിൽ 8 നോമ്പിന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ പള്ളിയിൽ ഉണ്ടാവും. അങ്ങനെ ഇവിടുത്തെ വിശ്വാസി സമൂഹം, ഇവിടുത്തെ ഒരു ഭരണ സംവിധാനം, ഇവിടുത്തെ മെത്രാപ്പോലിത്ത, അവരംഗീകരിക്കുന്ന ഒരു കത്തോലിക്ക, അങ്ങനെ ഒരു സംവിധാനം ഈ പള്ളിയിൽ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പം ആ ഒരു സംവിധാനത്തിലാണ് ഈ പള്ളി ഇപ്പോൾ പോകുന്നത്. അതൊരു സമാധാന അന്തരീക്ഷത്തിലൂടെയാണ് ഈ ഇടവക മുന്നോട്ട് പോകുന്നത്. അവിടെ ഇപ്പം തിരുമേനിമാരെ കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിന് പിന്നിലൊക്കെ ഒരു ലീഗലായിട്ടുള്ള, ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തൊക്കെ പള്ളികളൊക്കെ നഷ്ടപ്പെട്ടതുപോലെ ഞങ്ങൾ കയറാതിരിക്കാനും അല്ലെങ്കിൽ ലീഗലി ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവാനും ഒക്കെ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കാം. ഈ പറഞ്ഞതുപോലെ സഭ മുൻകൈയെടുത്ത് ഇതൊക്കെ ചെയ്തു എന്നൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ലീഗലായിട്ട് പിന്നെയും കേസുകൾ പോകുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് അത് മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അതേക്കുറിച്ച് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോഴും പഴയ നിലയിൽ തന്നെ പുതിയ വ്യവഹാരങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോകണമെന്നുള്ള ഒരു മനസ്സാണ് അവരിലെ സഹോദരങ്ങളെ കണ്ടുവരുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്നുള്ള പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ. അതിൻ്റെ സമാധാനം, സന്തോഷം നേരുന്നു. പ്രത്യാശയോടുകൂടി പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ട് പോവുക. അസമാധാനത്തിൻ്റെയും അശാന്തിയുടെയും രാത്രി ഒത്തിരി വൈകില്ല. സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും പുലരി നമുക്ക് മുന്നിൽ
അല്പം വൈകിയാണെങ്കിലും തെളിഞ്ഞു വരുമെന്നുള്ള ഒരു പ്രത്യാശയിൽ ജീവിതത്തെ മുന്നിൽ കാണുവാൻ നിങ്ങളൊക്കെ ആയിരിക്കുന്ന മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ടുള്ള യാത്രയ്ക്കുമൊക്കെ പുനരുത്ഥാനം തരുന്ന സന്ദേശം ശക്തമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും പ്രാർത്ഥനയും നേരുന്നു. വിജയാശംസകൾ നേരുന്നു. ഗോഡ് ബ്ലസ് യു.